രാജി, ഇവിടെ വെച്ച് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഭയങ്കര ഭംഗിയുള്ള സ്ഥലം. പക്ഷെ സെപ്റ്റിക് ആവില്ലേ തൊട്ടിട്ട്? ഈ ആൾക്കൊരു പ്രശ്നമുണ്ട് കേട്ടോ, ഈ വൃത്തിയുടെ അസുഖമുണ്ട്. വൃത്തിയുടെ അസുഖമായിട്ടില്ലല്ലേ? അസുഖമുണ്ട്, ഭയങ്കരമായിട്ടുണ്ട്. പക്ഷെ ഇത് കുഴപ്പമില്ല. അല്ല, ഞാൻ അവിടെ ടച്ച് ചെയ്ത് നിൽക്കുമ്പോ ഞാൻ വിചാരിച്ചു ഇനി സെപ്റ്റിക് ആവുമെന്ന് നീ പറയുമെന്ന് വിചാരിച്ചു. ഇല്ല, ടിഷ്യൂ ഒക്കെ കരുതിയിട്ടുണ്ട്. ഈ പരിചയം ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഈ നീ വാപ്പോ എന്നൊക്കെ വിളിക്കുന്നത്. അതിനകത്ത് തെറ്റിദ്ധരിക്കല്ലേ? ഇല്ലേ, ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യം എടുക്കാം. തീർച്ചയായിട്ടും കുഴപ്പമില്ല. എങ്കിലും ഒരു നെർവസ്നെസ് ഉണ്ടോ? എനിക്കോ? പൊതു സ്വഭാവമാണ്. പക്ഷെ ഇപ്പൊ ഒരു കോൺഷ്യസ്നെസ് ഇല്ലേ? ആക്ച്വലി എന്തിനാണെന്നറിയാവോ? ഇത് ഫുൾ ഫ്രെയിം ആണോ എന്നുള്ളൊരു കോൺഷ്യസ്നെസ്സും തടി വരുവോ, ഇത്രയും തടി തന്നെ വരുവോ? അപ്പൊ തടി ഉണ്ട്, പക്ഷെ ഇത്രയും വരാൻ പാടില്ല. അതുകൊണ്ട് കുറച്ച് കോൺഷ്യസ്. പക്ഷെ ഞാൻ ഈ ലൂസ് ഫ്രെയിം വെക്കുന്നത് മനഃപൂർവ്വമാണ് കേട്ടോ. എന്നെ കുറച്ചുകൂടെ ശരിക്കും ഇന്റർവ്യൂലൊക്കെ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് കുറച്ചുകൂടെ പ്രായമുള്ള ഒരു തടിയനായിട്ടുള്ള മനുഷ്യനായിട്ടാണ്. അപ്പൊ അത് വെട്ടാനാണല്ലേ? വെട്ടിക്കളയണം. ഇല്ല, എനിക്ക് പൊക്കമൊക്കെ ഉണ്ട് എന്ന് കാണിക്കാം. ഇപ്പൊ രാജിയുടെ കൂടെ കുറച്ചുകൂടെ അടുത്ത് ഞാൻ ചേർന്ന് നിന്ന് കമ്പാരിസൺ ഒക്കെ നടത്താം കേട്ടോ. അപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് പൊക്കം കൂടുതൽ തോന്നുമല്ലോ. ഇനിയുണ്ട് ഐഡിയ? കൊള്ളാം. ഇതൊക്കെ പോട്ടെ, പാട്ട് ഒളിച്ചിരുന്നേ പാടി തുടങ്ങാം. എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ നേടിത്തന്ന എൻ്റെ കരിയറിൽ ഏറ്റവും ഒരു വലിയ ബ്രേക്ക് തന്ന ഒളിച്ചിരുന്നേ. ഒളിച്ചിരുന്നേ, ഒന്നിച്ചൊളിച്ചിരുന്നേ, മുറ്റത്തെത്തും തെറ്റിപ്പൂവിൽ ഒളിച്ചിരുന്നേ, മിണ്ടിപ്പറഞ്ഞേ, എന്തോ മെല്ലിപ്പറഞ്ഞേ, ചുറ്റിപ്പായും വണ്ടോടൊപ്പം മൂളിപ്പറഞ്ഞേ, മഞ്ഞു പൊഴിഞ്ഞേ, എൻ മനം നിറഞ്ഞേ, നെയ്തലാമ്പലായോർമകൾ ഒന്നിച്ചിരുന്നേ, അന്നേ ഒന്നിച്ചിരുന്നേ, തെന്നല്ലൂഞ്ഞാലിന്മേലൊന്നിച്ചിരുന്നേ. രാജി ഇത് പാടുന്ന സമയത്ത് MJ എങ്ങനെയാണ് ഇത് പഠിപ്പിച്ചതെന്നുള്ളതാണ് ഞാൻ. MJയുടെ ചില മാനറിസംസ് ഉണ്ടല്ലോ ഒരു പാട്ടിന്. ചേട്ടൻ ഭയങ്കര രസാ. പക്ഷെ എനിക്ക് ഇവിടെ നിന്ന് പാടിയപ്പോഴേ ഇതുപോലത്തെ ഒരു വിഷ്വലൊക്കെ ഉണ്ട് ആ പാട്ടില്. ഒരു കുട്ടി ഇങ്ങനെ ഭയങ്കര ഓടി പാടത്തു കൂടെയൊക്കെ ഓടി കളിച്ച് പാടണം. അപ്പൊ ജയൻ ചേട്ടൻ ഇത് പഠിപ്പിച്ചു വന്നപ്പോൾ തന്നെ ഇത് എന്നോട് പറഞ്ഞു, ഭയങ്കര ഒരു ചൈൽഡിഷ് ഒരു ഇന്നസെൻസ് ആ പാട്ടിൽ വരണം, നിഷ്കളങ്കമായിട്ടുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ രാജി അങ്ങനെ തന്നെ ഇതിനെ എടുക്കണം. അങ്ങനെ ജയൻ ചേട്ടൻ്റെ ഒരു സ്റ്റൈലുണ്ട്. അങ്ങനെ ജയൻ ചേട്ടൻ പഠിപ്പിച്ചു. എനിക്ക് ഹാർമോണി ഒക്കെ വെച്ചിട്ടാണ് പഠിപ്പിച്ചത്. പിന്നെ അത് റെക്കോർഡ് ചെയ്തിപ്പോൾ സൈനോ ചേട്ടൻ, മരിച്ചുപോയ ഗായകൻ സൈനോ ചേട്ടൻ എപ്പോഴും ഞാൻ ഓർക്കുന്ന ഒരാളാണ്. കാരണം സൈനോജി പാടിയ ഒരു പാട്ടുണ്ടായിരുന്നല്ലോ, എനിക്ക് പാടാനൊരു പാട്ടിനുള്ള, അയ്യോ ഭയങ്കര പാട്ടായിരുന്നു അത്. ഒരുപാട് സംഗീതത്തിൽ ഒരുപാട് ദൂരം പോകേണ്ട ആളായിരുന്നു, പക്ഷെ ഇടയ്ക്ക് വെച്ച് പോയി. എനിക്ക് നേരത്തെ സൈനോ ചേട്ടനെ അറിയാം. അപ്പം ഈ പാട്ട് റെക്കോർഡ് ചെയ്യുന്ന സമയത്തൊക്കെ സൈനോ ചേട്ടനായിരുന്നു. ജയൻ ചേട്ടനെ ഇടയ്ക്ക് വന്ന് അതിന് കറക്ഷൻസ് പറഞ്ഞ് അങ്ങനെയായിരുന്നു. അപ്പോൾ എനിക്ക് പാട്ട് തലേ ദിവസം ജയൻ ചേട്ടൻ പഠിപ്പിച്ചു തന്നു. എന്നിട്ട് സ്റ്റുഡിയോയിലേക്ക് ജയൻ ചേട്ടൻ വന്നിട്ട് പിന്നെ റെക്കോർഡിങ് സമയത്ത് മുഴുവൻ സൈനോ ചേട്ടനായിരുന്നു. അത് കഴിഞ്ഞ് പാടി ഏകദേശം നമ്മൾ പ്രോഗ്രസ് ചെയ്യുമ്പോൾ ജയൻ ചേട്ടൻ വന്ന് കറക്ഷൻസ് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു, കറക്ഷൻ സൈനോ ചേട്ടൻ്റെ അടുത്ത്. അപ്പം അങ്ങനെ കറക്ഷൻസ് എടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ ഫൈനലിൽ വന്നപ്പോൾ ജയൻ ചേട്ടൻ വന്നിരുന്ന് ഒരു കേൾക്കലുണ്ട്. ആ സമയത്ത് നമ്മളിങ്ങനെ അയ്യോ അങ്ങനെയല്ല, ഞാൻ ഒരുപാട് ഞാനെന്നല്ല എല്ലാ മ്യൂസീഷ്യൻസിനും ഒത്തിരി റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് ജയൻ ചേട്ടൻ. അത്രയും ഞാനുള്ള ആളാണ്. ജയൻ ചേട്ടനെ ഇമ്പ്രസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും അറിയാം, അത്ര എളുപ്പമല്ല. കാരണം അങ്ങനത്തെ ഒരു മ്യൂസീഷ്യനാണ് പുള്ളി. അപ്പോൾ ജയൻ ചേട്ടൻ അത് അപ്രൂവൽ പറയണ വരെ നമുക്കിങ്ങനെ അത് ഓക്കെ ആയോ. കാരണം കുറച്ച് കറക്ഷൻസ് ഒക്കെ ചേട്ടൻ പറഞ്ഞിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഇത് കഴിഞ്ഞിട്ട് ചേട്ടൻ ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ തന്നെ ഞാൻ ബാക്കിലല്ലേ നോക്കിയിട്ട് ഇങ്ങനെ കാണിച്ചു. അത് കഴിഞ്ഞ് ജയൻ ചേട്ടൻ പോയി കഴിഞ്ഞപ്പോൾ സൈനോ ചേട്ടൻ എന്നോട് പറഞ്ഞു, രാജി നിനക്ക് ഈ പാട്ട് എന്തെങ്കിലും ഒരു വഴിത്തിരിവ് നിനക്ക് കൊണ്ടുതരും. ഇവിടെ ഈ കടമ്പ്രയാർ കാണുമ്പോൾ ഈ ശിബുചേട്ടന്റെ കുറെ പാട്ടുകളുണ്ട്. ഈ പാടം പൂത്ത കാലം പോലെ പ്രകൃതി അങ്ങ് വർണ്ണിച്ച് കൃഷിയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ശിബുചേട്ടൻ തന്നെ പറയും, ഞാൻ ഇന്നേ വരെ മണ്ണിൽ ഇറങ്ങിയിട്ടില്ല, പക്ഷെ എന്റെ പാട്ടുകളും പറയുന്നത് അയ്യോ അത് നമുക്കത് വിശ്വസിക്കാൻ ഭയങ്കര പാട്. ശിബുചേട്ടൻ പറയുന്ന വെച്ചാൽ ഹേലി സാറിന്റെ കൃഷി പരിപാടി സ്ഥിരമായിട്ട് കണ്ടിട്ടാണ് ഈ തിനയും വയലും ഒക്കെ മനസ്സിലായി. എല്ലാ പാട്ടിലും അതുണ്ട്. അതുപോലെ മാമ്പൂപ്പാടം
മാമ്പൂപ്പാടം ജയൻ പാട്ടിനുള്ള ചേട്ടൻ സമയമായി. പാടാം, എന്നിട്ട് ഞാൻ പറയാം. നല്ല മാമ്പൂ പാടം പൂത്തടി പെണ്ണെ, കുഞ്ഞു മഞ്ഞ കിളിക്കണ്ണെ, കണ്ണാരെ മഞ്ഞണിഞ്ഞ മാൻ കുരുന്നേ, എൻ്റെ ഞാവൽ തോട്ടം കായ്ക്കണ കാലം, തത്തമ്മയ്ക്ക് താലി കെട്ട് പോവാലോ മുക്കുത്തിക്ക് മുത്തു കൊരുക്കാം. നല്ല മാമ്പൂ പാടം പൂത്തടി പെണ്ണെ, കുഞ്ഞു മഞ്ഞ കിളിക്കണ്ണെ. ഈ ദൂരദർശന്റെ പരിപാടി നടക്കുന്ന സമയത്ത് രാജലക്ഷ്മി ആൾക്കാർ മനസ്സിലാക്കിയിരിക്കുന്ന ഫ്രോക്ക് ഇട്ട ആ തടിച്ച കുട്ടി എന്നാണ്. അതെ, വളരെ ശരിയാണ്. ഇപ്പോഴും എവിടെ ചെന്നാലും ഹംസധ്വനി എന്ന് പറഞ്ഞാൽ വേറെ ചാനലൊന്നും ആ സമയത്തില്ല, നാഷണൽ ദൂരദർശൻ. അപ്പൊ നാഷണലിലെ മേരിയ വാസുനോ എന്ന ഭയങ്കര പ്രതിഭട്ടനൊക്കെ സമ്മാനം നേടിയ, അതെ, ആ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഈ മത്സരങ്ങൾ ആൾക്കാർ ഇങ്ങനെ കണ്ടു തുടങ്ങിയ സമയത്ത് തിരുവനന്തപുരം ദൂരദർശൻ ഒരു സംഗീത മത്സരം അനൗൺസ് ചെയ്യുന്നു, ഓഡീഷനൊക്കെ. അങ്ങനെ ഞങ്ങൾ കുറേ പേര്, ഇന്ന് നമ്മുടെ മുൻനിരയിലുള്ള പല പാട്ടുകാരും അന്ന് ആ മത്സരത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. സുദീപ് ഏട്ടൻ, ഗായത്രി ചേച്ചി, പിന്നെ അന്ന് ഇന്റർവ്യൂ അൻസാറിക്ക, ബ്രദർ, അതെ, ചേട്ടനായിരുന്നു വിന്നർ. അതെ, ജ്യോതി ചേച്ചി വിന്നർ. ഇവർ രണ്ടുപേരും. ഞാൻ സെക്കൻഡ് ആയിരുന്നു. പക്ഷെ അത് 15 എപ്പിസോഡിൽ വൈൻഡപ്പാണ് പരിപാടി. പക്ഷെ അത് ഭയങ്കര വ്യൂവർഷിപ്പ് ആയിരുന്നു. വേറെ ചാനലില്ല. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണി. ഞാൻ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടി. ഞാൻ ഈ പറഞ്ഞ പോലെ ഫ്രോക്കും ഫ്രോക്ക്. ഈ രാജി ഇപ്പോഴും രാജിയുടെ വർത്താനത്തിനകത്തൊക്കെ ഒരു ഈ ചൈൽഡിഷ്നെസ് ഉണ്ട്, ക്യൂട്ട്നെസ് ഉണ്ട്. അത് എനിക്ക് പ്രായം എത്രയായി? പ്രായം 41 വയസ്സൊക്കെ. പ്രായം പറയല്ലേ, പറയാൻ പാടില്ലേ? എനിക്കറിയില്ല. ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ ഭയങ്കര നിഷ്കളങ്കമാണ്. ഭയങ്കര നിഷ്കു. ഞാൻ വിചാരിച്ചു പ്രായം ഞാൻ ചോദിക്കുന്ന സമയത്ത് പ്രായം പറയില്ല. വിക്കിപീഡിയ എടുത്ത ആൾക്കാർ നോക്കില്ലേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. അല്ല, ഹംസധ്വനി പറഞ്ഞതുകൊണ്ട് പ്രായം പറയാതിരിക്കാൻ പറ്റില്ല. അന്നേ പാടി തുടങ്ങിയതാണോ? അല്ല, അത് ഞാൻ 9 വയസ്സുള്ളപ്പോഴാണ് ആദ്യമായിട്ട് സ്റ്റേജിൽ ഒരു ഫുൾ ഓർക്കസ്ട്രയിൽ പാടുന്നത്, ഈ പറഞ്ഞ ഫ്രോക്ക് ഇടുമ്പോ തന്നെ. അപ്പൊ ഇപ്പൊ നോക്കുമ്പോ എത്ര വർഷമായി? 30 വർഷമായില്ലേ? അപ്പൊ ഇതിപ്പോ പറഞ്ഞപ്പോഴാട്ടോ ഞാൻ ഓർത്തെ. അപ്പോ തടിയും ഈ കുട്ടിത്തൊക്കെ അത് കൊച്ചിലോട്ട് ഇങ്ങനെ ഈ ഇൻഡസ്ട്രിയിൽ വന്നു. അപ്പൊ എല്ലാരും എനിക്ക് അങ്കിൾമാര്, ചേട്ടന്മാര്, അപ്പൊ എല്ലാരും എന്നെ മോളെ. ഇപ്പോഴും അതെ, ഇൻഡസ്ട്രിയിൽ ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ കേട്ടോ, അതിന് പഴയുള്ളവർ എന്നെ രാജി മോളെ വിളിക്കുന്നത്. അത് അപ്പോഴേ തൊട്ട് എന്നെ കണ്ടതല്ലേ. അപ്പം കലാഭവനിൽ പാടുമ്പോഴാണെങ്കിൽ ആ സമയത്ത് അവിടെ മണിച്ചേട്ടൻ, ദിലീപ് ഏട്ടൻ, അവരോടൊക്കെ ഞാൻ ഷോസിന് പോയിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ ഇപ്പോഴും എന്നെ മോളെ എന്നാ വിളിക്കണേ. അപ്പൊ ആ കുട്ടിത്തം അപ്പോഴത്തെ തൊട്ട്. പിന്നെ വീട്ടിലാണെങ്കിലും ഞാൻ ഇളയാള്. അപ്പൊ അമ്മമ്മയും മുത്തശ്ശനും അമ്മയും ചേട്ടനും അവരും എന്നെ ഒരു ചൈൽഡ്, അവിടെയും ചൈൽഡ്. പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞ് പോയ വീട്ടിലും ഞാനാണ് ചെറിയ ആള്. ഹസ്ബൻഡും ഞാനും തമ്മിൽ 8 വയസ്സ് വ്യത്യാസമുണ്ട്. അപ്പം മൊത്തത്തിൽ ഒരു ചൈൽഡ് സംഭവം എനിക്ക് എപ്പോഴും എല്ലാ സമയത്തും ഉണ്ട്. പിന്നെ ഏറ്റവും നല്ലതല്ലേ എന്തിനാണ് എനിക്ക് സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയിട്ടുള്ളത്, നിങ്ങളോട് നിരന്തരമായി സംസാരിക്കാൻ തോന്നിയിട്ടുള്ളതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ ചൈൽഡിഷ്നെസ്സും, പിന്നെ ഒപ്പം എല്ലാത്തിനെയും വളരെ ഈസി ആയിട്ട് എടുക്കുന്നുണ്ട്. പക്ഷെ അത് ചൈൽഡിഷ്നെസ് അല്ല കേട്ടോ, ചൈൽഡല്ല. ഞാൻ ചില വേണ്ട സ്ഥലത്ത് സീരിയസ്നെസ് ആവും. പക്ഷെ ബേസിക്കലി ഞാൻ ഇങ്ങനെ കുറെ പൊട്ടത്തരൊക്കെ പറയും. പിന്നെ എന്താ പറയാ, ഭയങ്കര അങ്ങനത്തെ ഒരു കോൺഷ്യസോ അങ്ങനെയൊന്നുമില്ല. ഇതാണ് എനിക്കിഷ്ടം. ഇങ്ങനെ തന്നെ പോട്ടെ, ഒരു കുട്ടിത്തം കളി. പക്ഷെ എനിക്ക് തോന്നുന്നു വിദ്യാസാഗർ സാറിന്റെ പാട്ടുകള് ഭയങ്കര ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ. സാറിന്റെ ഷോയിൽ ഞാൻ വന്ന് കാണുന്ന സമയത്ത് കുറെ പാട്ടുകൾ രാജി പാടുന്നു. അപ്പൊ വിചാരിച്ചു ഇതെങ്ങനെ? സാറിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത്രയും കൊതിയോടുകൂടി നമ്മൾ അവിടെ ഷോയ്ക്ക് വരുമ്പോൾ ഇത്രയും പാട്ട് സാർ എന്തായാലും രാജലക്ഷ്മിക്ക് കൊടുക്കണമെങ്കിൽ അതിനകത്തൊരു ചെറിയ സിംഗർ അല്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ ലൈവ് സിംഗിങ്ങിന് ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ ലൈവ് എല്ലാവരും പാടിയാൽ നന്നാവണമെന്നില്ല. അപ്പോൾ പ്രശസ്തരായ പലരും പാടുമ്പോഴും ലൈവിൽ പാളിപ്പോകുന്നത് നമ്മൾ കാണാറുണ്ട്. പക്ഷെ നിങ്ങൾ ലൈവ് എവിടെ പാടിയിട്ടുണ്ടോ അവിടെ എല്ലാം ബെസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും അത് ലൈവ് ഭയങ്കര വേറൊരു പരിപാടിയാണ്. ഭയങ്കര പരിപാടിയാണ്. ലൈവ് പാടിയല്ലേ ഞാൻ തുടങ്ങണേ. റെക്കോർഡിംഗ് ഒക്കെ പിന്നെ ആ ഒരു
ഒരു ഗ്രോത്തിൽ റെക്കോർഡിങ്ങിൽ വന്നതാണ്. പക്ഷെ ലൈവാണ് അന്ന് ഇന്ന് എനിക്ക് ഹരം. അപ്പം ലൈവ് പാടുമ്പോൾ നമ്മൾ ആ പാട്ടുകൾ കൃത്യമായ ആ ഒരു 4 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് പാട്ടിൽ മാത്രം ശ്രദ്ധിച്ച് പ്രസന്റ് ചെയ്യുക എന്നുള്ളത് എനിക്ക് കൊച്ചിലെ അമ്മ തന്നിരിക്കുന്ന ട്രെയിനിങ് ആണ്. അപ്പോ വിദ്യാജിയുടെ ഷോയ്ക്കാണല്ലേ രജനീഷേട്ടൻ? വിദ്യാസാഗർ ഷോയ്ക്ക് നോക്കിയപ്പോ കുറേ പാട്ടുകൾ, എനിക്ക് എത്ര പാട്ടാണെന്ന് എണ്ണിയില്ല. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു രാജിയാണ് ഏറ്റവും കൂടുതൽ പാട്ട് പാടിയെന്ന് തോന്നുന്നു. അത് ശരിയാണ്, കുറേ പാട്ടിൽ അതൊരു വലിയ ഭാഗ്യം വെച്ചാൽ ഞാൻ പോലും പ്രതീക്ഷിച്ചിട്ടില്ല. അത് പ്രാക്ടീസ് ഒരാഴ്ചയായിരുന്നു. സാറിങ്ങനെ സാറിൻ്റെ ലിസ്റ്റുകൾ വെണ്ണില ചന്ദന കിണ്ണം തൊട്ടിങ്ങനെ അവിടെ പ്രാക്ടീസ് ആണ്. അപ്പം ഞാൻ പ്രാക്ടീസിന് എല്ലാ ദിവസവും അവിടെ പോയിരിക്കുകയും അപ്പം അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഓൾറെഡി കുറച്ച് പാട്ടുള്ള ലിസ്റ്റ് തന്നിട്ടുണ്ട്. ചില പാട്ടിൽ പാടാൻ ആളുണ്ടായിരുന്നില്ല. അപ്പം എന്നോട് സാറിങ്ങനെ ആരൊക്കെയോ മൂളുന്നൊക്കെ ഉണ്ട്. അപ്പം എന്നോട് ചോദിച്ചു ഡു യു നോ ദ സോങ് എന്തോ. അപ്പം ഞാൻ പറഞ്ഞു യെസ് സാർ എന്ന് പറഞ്ഞു. അപ്പം കമോൺ പറഞ്ഞു. അവിടെ ഇപ്പോൾ ഒരാഴ്ച എല്ലാ പാട്ടും റിഹേഴ്സലിന് ഓൾമോസ്റ്റ് എല്ലാ പാട്ടും ഞാൻ സാറിന്റെ പാട്ടിൽ പിന്നെ നമുക്കറിയാം, നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴേ. അപ്പം എല്ലാ പിന്നെയും കുറച്ചുകൂടെ ക്യൂട്ടായിട്ടുള്ള ഒരു സാധനമില്ലേ എനിക്കോ? എനിക്ക് സാറിനെ ഭയങ്കര ഇഷ്ടമാണ്. ഐ മീൻ നമ്മൾ ആ ഒരു ഏജ് തൊട്ട് സാറിന്റെ പാട്ടുകൾ കേട്ട് നമ്മൾ ചില പാട്ടുകൾ കേൾക്കുമ്പോൾ ഈ നമ്മളെ മുക്കിയെടുക്കാറുണ്ടെന്ന് പറയില്ല, ഇമേഴ്സ്ഡ് ആയി പോകാറുണ്ട്. അതേപോലെ ഒരു ഫീല് ചില പാട്ടുകളിലെ ഹമ്മിങ് വരുമ്പോഴൊക്കെ ചിലപ്പോൾ ഹമ്മിങ് ആയിരിക്കും, ഇല്ലെങ്കിൽ അതിന്റെ ബാക്കിൽ കിടക്കുന്ന ഒരു സാധനം കേൾക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഈ പാട്ട് നിരന്തരമായിട്ട് കേൾക്കുന്നത്. അപ്പോൾ ചില പാട്ടുകൾ കേൾക്കുമ്പോൾ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് എങ്ങനെയാണ് ഇത് മേക്ക് ചെയ്യുന്നുള്ളത്. ഞാൻ സാറിൻ്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. സാറ് അന്ന് കുറച്ച് പാട്ടുകളൊക്കെ നോക്കി ഒന്ന് ആദ്യമല്ല എപ്പോഴും സാറിനെ നമുക്ക് അങ്ങനെയാണ്, പേടിയാണ്. അപ്പം ആ ഒരു അകലമുണ്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും സാറ് പാട്ടുകളൊക്കെ എൻ്റെ അടുത്ത് ഈ പാട്ട് മാറ്റിയിട്ട് നമുക്ക് ഇത് ഇടാല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു സാറേ എനിക്ക് മറ്റേ നീലത്താമരയല്ല പകലൊന്നും മാഞ്ഞ രീതിയിൽ. അപ്പം സാർ എന്നെ നോക്കി, ഓഹോ ഭയങ്കര ഫാനാണല്ലോ. അപ്പം ഞാൻ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് സാർ. ഓക്കെ അതൊക്കെ നമുക്ക് ഷോന് പാടാൻ പറ്റും. ഞാൻ പറഞ്ഞു എന്നാലും എനിക്കത് പറയണം. അങ്ങനത്തെ കുറേ പാട്ടിലെന്നിട്ട് ഞാൻ അത് അധികം ആരും പറയില്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെ ആ പ്രോഗ്രാമിന് ഈ പറഞ്ഞ പോലെ ചാന്തുകുടഞ്ഞൊരൊക്കെ അന്ന് നല്ല, ഞാൻ വിചാരിച്ചതിലും ഭയങ്കര ഫസ്റ്റ് ഹമ്മിങ് ഞാനും നജീമും കൂടി. നമുക്കത് പാടിയ കാരണം എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ചാന്തുകുടഞ്ഞൊരു. അതിന്റെ ഹമ്മിങ് തുടങ്ങുമ്പോൾ തന്നെ ഹമ്മിങ്ങിൽ തന്നെ ഞാൻ വീണു കൊടുത്തൊരു പാട്ടാണ്. ഹമ്മിങ് മാത്രമായാലും മതി, ഇനി പാട്ട് വേണമെന്നില്ല, അത്രയ്ക്കും സൂപ്പർ സാധനമാണ്. അത് റിഹേഴ്സലിന് പാടുമ്പോൾ തന്നെ സാറിങ്ങനെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് പാടിയില്ലെങ്കിൽ സാർ അപ്പം പറയും ഓക്കെ നെക്സ്റ്റ് പാട്ട് വേറെ ആക്കാമെന്ന് പറയും. അത്രയും സാർ ഓപ്പണായിട്ട് പറയും. അപ്പോൾ എനിക്ക് ഈ പാട്ട് അത്ര ഭ്രാന്താണ്. അത് സുജാ ചേച്ചിയോടൊക്കെ ഷഹബാസൊക്കെയോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ആക്ച്വലി ഈ പാട്ട് പിന്നെ ഒറ്റയ്ക്ക് പാടുന്നത് ബുദ്ധിമുട്ടാണ്. കാരണം ഇങ്ങനെ ഗിവ് ആൻഡ് ടേക്ക്, ആ ഗിവ് ആൻഡ് ടേക്കിൽ ഒരു മൈക്രോ സെക്കൻഡ് തെറ്റിയ മൊത്തം പോയി. അപ്പൊ ഞാൻ തെറ്റിക്കാതെ പാടി നോക്കിയാലോ? അത് പറഞ്ഞപ്പോ ഞാൻ ഒരു വെള്ളി അത് വേണോന്നൊക്കെ. ചിലർക്ക് എന്നെ ഇങ്ങനെ പ്രേരിപ്പിക്കില്ലേ പാടാൻ. ഇപ്പോ രാജലക്ഷ്മിക്ക് എന്തായാലും എന്നെ അറിയാം. അതെ, എന്നെ കുറച്ച് പാട്ടൊക്കെ പഠിപ്പിച്ചു തന്നൂടെ? അല്ല പാട്ട് ഭയങ്കര ഇതാണെന്ന് എനിക്കറിയാം. ഇവിടം വരെ ഉണ്ടെന്ന് എനിക്കറിയാം. പുറത്തേക്ക് വരത്തരുത്, ഇവിടം വരെ ഓക്കെ. അങ്ങനെയല്ല, ഈ പാട്ടായിരുന്നു ഉള്ളിൽ പാട്ടൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ ഇത് പുറത്തേക്ക് വിടണം. ഇത് പാട്ട് അയ്യോ ഇതൊക്കെ പാടുകയാണെങ്കിലേ ആ പാടിയ സുജാത ചേച്ചി തന്നെ ഇനി അത് വീണ്ടും പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ചേച്ചി തന്നെ പറയും വേണ്ട മോനെ നന്നായിട്ട് ഞാൻ പാടി വെച്ചിട്ടുണ്ട് എന്ന് പറയും. അത്രയ്ക്ക് അസാധ്യ പാട്ടല്ലേ. അപ്പൊ ഞാൻ പാടി നോക്കാം. പക്ഷെ ഈ പറഞ്ഞ എനിക്ക് ഇപ്പുറത്തൊരു കുറ്റി വേണം, എന്നാലേ അത് വരുള്ളൂ. എന്നാലും ഞാനിവിടെ മയിൽക്കുറ്റിയായിട്ട് അത് പറ്റില്ല. പാടണം. ഇങ്ങനെ പോവും. അതാ ഞാൻ അവസാനത്തെ പോർഷൻ. അത് ഓഹോ അത് മേല് പാടുമ്പോ
അതാണ് സാധനം. അത് കൊണ്ട് നിർത്തുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ തലേക്ക് ഇങ്ങനെ പെരുത്ത് വരില്ലേ. ഞാൻ ഓരോ പ്രാവശ്യം ഈ പാട്ട് ആ ഹമ്മിങ് ഇല്ലാതെ ഒരു തരത്തിലും കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമല്ല. അതിങ്ങനെ പീക്കിൽ കൊണ്ട് അത് അതാ ലൈവില് അന്ന് പാടിയത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് ഒരുപാട് പേര് ആ സമയത്ത് സ്റ്റോറി ഇങ്ങനെ മെൻഷൻ ചെയ്തു. ആ സമയം ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ നമ്മളിത് എന്താണ് സംഭവിക്കാൻ പോണേന്ന് ഇങ്ങനെ. കാരണം ഞാനും നജീമ അങ്ങനെ പാടിയില്ലെങ്കിൽ അത് പോവും കയ്യിൽ. അപ്പൊ കൃത്യമായിട്ട് അവിടെ കൊണ്ടൊന്ന് എത്തി. ഈ വെള്ളം തെറിക്കുന്ന ശബ്ദം അവിടെ ക്ലാപ്പ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഒരു അതൊക്കെയാണ് നമ്മുടെ ലൈവ് സിംഗിങ്ങിന്റെ ആ ഒരു സുഖം എന്ന് പറഞ്ഞാൽ നമ്മളെ കൊടുക്കുന്നതിന്റെ ആ ഒരു ഇത് അപ്പൊ തന്നെ കിട്ടുക. ശരിക്കുമുള്ള ഒരു പ്രേമത്തിന്റെ ഒരു പീക്കല്ലേ ആ ഹമ്മിങ്ങിൽ ശരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതൊരു ജീനിയസ്. ആ സിനിമയുടെ ഇത് ആ ഹമ്മിങ്ങിലുണ്ട്. അതെ അതെ, അത് ആ കഥയുടെ പ്രധാനപ്പെട്ട ആ സ്പേസിൽ തന്നെ അത്തരം ഒരു ഹമ്മിങ്ങിനെ ചേർക്കുമ്പോൾ ചിലപ്പോൾ സജഷൻസ് ഉണ്ടായിരുന്നിരിക്കും, എനിക്കറിയില്ല, അതിന്റെ പിന്നിലെ കഥ എനിക്കറിയില്ല. പക്ഷെ ഇങ്ങനെ തന്നെ ഒരു കോൺസെപ്റ്റ് തന്നെ ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്ത് അതിങ്ങനെ ഭയങ്കര ജീനിയസ്. ആ ഹമ്മിങ്ങിൽ തന്നെ ക്ലൈമാക്സും കഴിഞ്ഞു. അതിന്റെ ആ ഒരു പാരമ്യത്തിലേക്ക് അത് എത്തി. അത് ബ്രില്യൻ്റ് ആണ്. വിദ്യാജിയുടെ അടുത്ത് ചോദിക്കണം എപ്പോഴെങ്കിലും എങ്ങനെയാണ് ഇത് പറഞ്ഞ സജഷൻസ് ഉണ്ടായി കാണും. അപ്പോൾ അങ്ങനെ ആ പാട്ട് പിന്നെയും വെണ്ണില ചന്ദനക്കിണ്ണം, കരളി നിൻക്ക്, അങ്ങനെ കുറേ പാട്ടുകൾ അന്ന് എനിക്ക് സാറ് ഇവിടെ നിന്ന് കണ്ടക്ട് ചെയ്യല്ലേ ഇവിടെ നിന്ന്. നമ്മൾ ഇവിടെ നിന്ന് പാടുമ്പോൾ പറഞ്ഞാൽ അത് പേടിയാണ്. പക്ഷെ എന്നാലും അത് നന്നായിട്ട് ചെയ്യാൻ പറ്റി. അതുപോലെ ക്രിയേറ്റർ അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര പാടാ. പിന്നെ ഒരു കാര്യം വെച്ചാൽ നമ്മൾ ആ ഒരു സമയം കഴിഞ്ഞാൽ അതൊക്കെ വിടണം. നമ്മൾ മാത്രമേ ഉള്ളൂ സ്റ്റേജിൽ. ഞാൻ അങ്ങനെ കേട്ടോ, ഞാൻ പ്രത്യേകിച്ച് എനിക്ക് യുഗ്മഗാനമൊക്കെ പാടുമ്പോൾ ഞാൻ പിന്നെ ആ ഒരു മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ പണ്ട് കോൺഷ്യസ്, ഇപ്പം അതൊക്കെ വിട്ടു. ഇപ്പം എന്താണോ ആ പാട്ട്, ഞാൻ ആ പാട്ടിലേക്ക് മാത്രമേ പോവുള്ളൂ. എൻ്റെ എന്തുവാ ഞാൻ ഇട്ടിരിക്കുന്നത്, ഞാൻ മേക്കപ്പ് കൂടിയോ കുറഞ്ഞോ അല്ലെങ്കിൽ ഒന്നും എനിക്ക് വിഷയമല്ല. അങ്ങനെയാണ് ഞാൻ പാട്ടുകൾ ഫീല് ഉള്ളിലേക്ക് എടുത്തിട്ട് അവിടെ അപ്പോൾ ആ ഫീൽ ആയിരിക്കും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഫീലാണ് എപ്പോഴും ആദ്യം അതേ ഫീൽ കമ്മ്യൂണിക്കേറ്റ് ആവുള്ളൂ. അത് വരി ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ. ഞാൻ അങ്ങനെ കേട്ടോ വിശ്വസിക്കുന്നത്. വരിയാണ് അതിൻ്റെ ഏറ്റവും എന്താ പറയുക കാതല വരിയാണ്. അത് കഴിഞ്ഞിട്ട് ട്യൂണ് പിന്നെയാണ്. അത് ആ വരിക്ക് മാച്ച് ചെയ്തൊരു ട്യൂണ് കൂടി കയറുമ്പോഴാണ് അത് ഏറ്റവും ഇരിക്കുന്ന ആൾക്ക് കമ്മ്യൂണിക്കേറ്റ് ആണ്. അപ്പം ഞാൻ അങ്ങനെയാണ് പാട്ടിൽ എപ്പോഴും ലൈവിൽ പാടാറുള്ളത്. അപ്പോൾ അത് അത്രയും പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് മ്യൂസിക് തെറ്റില്ല. മ്യൂസിക് നമ്മൾ ഓൾറെഡി കുറച്ചധികം കേട്ട് അങ്ങോട്ട് പഠിച്ചു വെക്കും. അത് ഉള്ളിലുണ്ടാവും. പ്രത്യേകിച്ച് അമ്മ പഴയ പാട്ടുകളൊക്കെ ആണെങ്കിൽ അമ്മ എല്ലാ പാട്ടുകളും അമ്മ എനിക്ക് പാടി തന്നിട്ടുണ്ട് കൊച്ചിലെ തൊട്ട്. ഞാനൊരു അമ്മൂമ്മ പ്രായമൊന്നും ഇല്ലെങ്കിലും ഞാൻ കൊച്ചിലെ കേൾക്കുന്നതൊക്കെ പഴയ പാട്ടുകളാണ്. അവിടുന്നെൻ ഗാനം കേൾക്കാൻ, ഇത് വാസന്ത പഞ്ചമി നാളിൽ താനേ തിരിഞ്ഞും മറിഞ്ഞും, ഇങ്ങനെയൊക്കെയുള്ള കാദംബരി, ഇങ്ങനെ. അപ്പോൾ അതൊക്കെ ട്യൂണുകൊണ്ട് എനിക്ക് എൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ വലുതായി വരുമ്പോൾ എന്താണ് സന്ദർഭം, എങ്ങനെയാണ് അവർ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ ഈ ഫിലിം യൂട്യൂബ് വന്നത് എനിക്ക് ഭയങ്കര ഒരു അനുഗ്രഹമായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം യൂട്യൂബിൽ നമ്മൾ പല പാട്ടുകളും നമ്മൾ ചിലപ്പോൾ ഇത് ശോകഗാനമാണെന്ന്, പക്ഷെ ചിലപ്പോൾ അത് നമ്മൾ വിഷ്വൽ കാണുമ്പോഴായിരിക്കും അതൊരു ഇപ്പം അകലെ നീലാകാശം അത് കേൾക്കുമ്പോൾ നമ്മളൊരു സാഡ് ഉണ്ട് അതിൽ. പക്ഷെ അത് എനിക്ക് സത്യനും ശീലം അവർ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓടിക്കളിച്ച് പാടാ. അപ്പം അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഈ വിഷ്വൽ ഞാൻ എപ്പോഴും കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ എൻ്റെ ഒരു പ്രത്യേക രീതിയിലുള്ളൊരു പഠനമാണ്. പക്ഷേ പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ലൈവിൽ എനിക്ക് ഒരു പെശകുകൾ വരാതെ മ്യൂസിക് ഡയറക്ടറിനെ ഒരിക്കലും പാട്ട് എൻ്റെ പാട്ട് നശിപ്പിച്ചു അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റും. അതുകൊണ്ടായിരിക്കണം മിക്കവാറും എല്ലാ സംഗീത സംവിധായകരും അവരുടെ ഓൺ സോങ്സിൻ്റെ പ്രോഗ്രാമിനൊക്കെ വിളിക്കാറുണ്ട്. ലൈവ് ഷോസ് അന്നും ഇന്നും ഇങ്ങനെ ലൈവ് പാടുമ്പോൾ അന്നും ഇന്നും രാജി വേറെ ലെവലാണ്. എനിക്കറിയില്ല, ഞങ്ങൾ ലൈവ് ഇങ്ങനെ പാടിപ്പിച്ചുകൊണ്ടിരിക്കും. എനിക്ക് MJയുടെ ഉറങ്ങാതെ ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. ഈ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകൾ MJയുടെ ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ കണ്ണുടച്ച് പറയുകയാണെങ്കിൽ പെട്ടെന്ന് പറയുന്ന പാട്ട് ഇതായിരിക്കും, ഉറങ്ങാതെ. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ആ സിനിമയിലെ എല്ലാ പാട്ടുകളും. അത് പറ്റില്ല.
ഇവരുടെ ടാസ്ക് എന്ന് പറയുന്നത് പാട്ടുപാടി നടക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം. ഈ പാട്ടുപാടി നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഏത് ലൈവിൽ പോയാലും പിന്നെ ഈ പാട്ട് മറക്കില്ല. എന്നാൽ പാട്ടുപാടി നടന്നാലേ ലിറിക്സ് പറയാൻ ഇഷ്ടമായതുകൊണ്ട് ഞാൻ എപ്പോഴും ആ ലിറിക്സിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഇത് ഏത് പാട്ടാണെന്ന് മനസ്സിലാവണമല്ലോ. അപ്പൊ ഞാൻ ഈ പാതിരാവനമുല്ല എന്നൊക്കെ പറഞ്ഞു വരുന്നതിനേക്കാളും എനിക്ക് എളുപ്പം എന്ന് പറഞ്ഞാൽ പാതിരാവനമുല്ല ജാലകം വഴി എന്റെ എന്ന് പറയും. പല ഇന്റർവ്യൂലും ശ്രദ്ധിക്കാറുണ്ട്. അതെ, ഇത് പാട്ടല്ല ആക്ച്വലി. പക്ഷെ ആ പാട്ടിന്റെ മീറ്ററിൽ ഇത് ഇങ്ങനെ ആവുമ്പോ പെട്ടെന്ന് അവർക്ക് കത്തും. പാട്ട് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. പാട്ട് പാടുമ്പോ കുറച്ചുകൂടെ ഇപ്പൊ അഴിഞ്ഞു കിടന്നൊരു പുടവയെന്നോർത്തു ഞാൻ അല്ലിനിലാവിനെ മടിയിൽ വെച്ചു ഞാൻ അടിമുടി ഇത് ഞാൻ പാടിയത് ശരിയല്ലെങ്കിൽ ഇതാണ് പാട്ട് ആക്ച്വലി അല്ലേ? അപ്പോ അത് പറ്റില്ല. പിന്നെന്തിനാ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാ ഇതിനൊന്ന് കംപ്രസ് ചെയ്ത് ഈ സാധനം ഒറിജിനൽ പാട്ട് കേൾക്കാം. ശരി. ഉറങ്ങാതെ രാവുറങ്ങി ഞാൻ, ഉറങ്ങാതെ രാവുറങ്ങി ഞാൻ, മിഴിവാതിൽ ഇതൾ ചാരി നിഴൽ നാളം തിരി താഴ്ത്തി മനസ്സു നീർത്തുന്ന പൂമെത്തയിൽ ഉറങ്ങാതെ രാവുറങ്ങി ഞാൻ. ഈ പാടുന്ന സമയത്ത് നടക്കാൻ പറയുന്നത് ഭയങ്കര തെറ്റാണ്. അപ്പൊ ഞാൻ തന്നെ നടക്കാൻ പറഞ്ഞിട്ട് ഞാൻ പിന്നെ അവിടെ നിന്നെന്തായോ നിങ്ങൾക്ക് ശ്വാസം മുട്ടുമോന്ന് പേടിച്ചിട്ടേ. കാരണം അത്രയും മൈന്യൂട്ട് സാധനങ്ങളുള്ളത് ആ പാട്ടിൽ. ഈ പാട്ടിലൊക്കെ നമ്മള് അത്രയും നമ്മുടെ ബ്രീത്തിനെയും വളരെ കൺട്രോൾ ചെയ്ത് ഉപയോഗിച്ചില്ലെങ്കിൽ അത് കയ്യിന്ന് പോകും. ഈ പാട്ട് പഠിക്കാൻ പ്രേരണയായിട്ടുള്ളത് അമ്മയാണ്. അമ്മയുടെ ആ നിശ്ചയദാർഢ്യമാണ് ശരിക്കും ഒരു രാജലക്ഷ്മി എന്ന് പറയുന്ന സിംഗർ. പക്ഷെ ചെറുപ്പത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടിലൂടെയാണ് മുന്നോട്ട് പോയെന്ന് എനിക്ക് ഏറെക്കുറെ ധാരണയുണ്ട്. ശരിക്കും ആ സമയം മറികടന്നു പോയി എങ്കിലിപ്പം ഓർക്കുമ്പോൾ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കി തന്ന നമ്മൾ ഇത്രയും പ്രാക്ടീസ് ചെയ്യാനൊക്കെ കാരണമായത് ഒരു പക്ഷേ ആ കാലഘട്ടത്തിൽ അത്തരം ഒരു അവസ്ഥ കൂടിയല്ലേ? തീർച്ചയായിട്ടും. എൻ്റെ ഏറ്റവും വലിയൊരു മുമ്പോട്ട് ഇങ്ങനെ പോകാനുള്ള ഏറ്റവും വലിയ ഊർജ്ജം ആ സമയമാണ്. പിന്നെ ഇന്നത്തെ പോലെ അല്ലല്ലോ അന്ന് ഇതുപോലെ മീഡിയയോ ഇങ്ങനത്തെ സപ്പോർട്ടോ. പിന്നെ ഞാൻ സാധാരണ ഫാമിലി. അച്ഛൻ ഇല്ല, അമ്മ, മുത്തശ്ശൻ, അമ്മമ്മ, ചേട്ടൻ. അപ്പം ഞങ്ങളുടെ ഫാമിലിയിൽ ആരും ഇതിനു മുമ്പ് പ്രൊഫഷണൽ മ്യൂസിക് രംഗത്തേക്കൊന്നും വന്നിട്ടുമില്ല. അപ്പം അമ്മ നന്നായി പാടുമായിരുന്നു. അമ്മയുടെ കുടുംബത്തിലെല്ലാവരും പാടും നന്നായിട്ട്. അമ്മയ്ക്കൊരു വലിയ പാട്ടുകാരിയായിത്തീരണം എന്ന ആഗ്രഹവും ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും സാധിച്ചില്ല. അപ്പം മകൾക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് അമ്മ മനസ്സിലാക്കിയപ്പോൾ എന്തായാലും പാട്ടുകാരിയാക്കണം എന്ന് അമ്മ നിശ്ചയിച്ചു. എന്നിട്ട് അമ്മ ഇറങ്ങി തിരിച്ചു എന്ന് വേണം പറയാനായിട്ട്. പാട്ട് പഠിപ്പിക്കാനും അതുപോലെ എന്താ പറയുക, ഒരു സമയത്ത് കേരളത്തിൽ ഉടനീളം ഇങ്ങനെ ബസ്സിലും ഒക്കെ ഇങ്ങനെ അലഞ്ഞു തിരിയുന്ന ഒരു അമ്മയും മോളും. അത് പലരും കണ്ടിട്ടുണ്ട്. പല ബസ് സ്റ്റാൻഡുകളിലും ബസ് കാത്തും ഒക്കെ രാത്രി നേരം വെളുപ്പിച്ച് കൂട്ടുക അങ്ങനെയൊക്കെ. പക്ഷെ അതൊരു ഇപ്പം അതൊക്കെയാണ് എനിക്ക് എനർജി തരുന്നത്. ആ ഒരു സമയം കുറച്ചൊരു സ്ട്രഗ്ലിങ് പീരീഡ്. വെച്ചാൽ എനിക്ക് എന്താണ് ഇങ്ങനെ എന്ന് അറിയില്ല. ഞാൻ ഈ ഒരു ഒഴുക്കിലൊഴുകുന്നുണ്ട്. പക്ഷെ ഇപ്പോഴാണ് അത് ആലോചിക്കുമ്പോൾ അത് ആ എന്താ പറയുക, കുടുംബത്തിനും അത് ആ ഒരു ആവശ്യമായിരുന്നു അന്നത്തെ അവസ്ഥയിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത്. പിന്നെ ഒരുപാട് ഗാനമേള, അന്ന് ഗാനമേളകളാണല്ലോ. ഗാനമേള പരിപാടികൾക്ക് പോവുക, കോറസ് പാടുക, ഹമ്മിങ്സ് പാടുക. പക്ഷേ ഈ സ്ട്രഗ്ലിംഗ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ടാവും. മ്യൂസിക് ഡയറക്ടേഴ്സ് ചിലപ്പോൾ നമ്മളടുത്ത് ബിഹേവ് ചെയ്തിട്ടുള്ളത് ഒരു ശരിയായ രീതിയിലായിരിക്കണമെന്നില്ല. അവർ ചിലപ്പോൾ അത് ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ തിരിച്ചിങ്ങനെ മടങ്ങി പോകുമ്പോൾ ചിലപ്പോൾ നമ്മളൊരു മനസ്സിൽ കരഞ്ഞുകൊണ്ടായിരിക്കും ഒരു പക്ഷേ പോയിട്ടുണ്ടാവും. പക്ഷെ ഇതൊക്കെ പിൽക്കാലഘട്ടത്തിൽ ഊർജ്ജമായിട്ടുണ്ടാവും. അതൊക്കെ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും. അതെ. അയ്യോ ഭയങ്കര ഇതല്ലേ അതൊക്കെ ഓർക്കുമ്പോൾ. നമുക്ക് അങ്ങനത്തെയൊക്കെ ഒരു എന്തെങ്കിലുമൊക്കെ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടാവുമല്ലോ വരുന്ന വഴിക്ക്.
അപ്പോൾ ഇപ്പം അതൊക്കെ പിന്നെ ചിലർ നമ്മളെ മുഖം മറച്ച് ഇങ്ങനെ കാണിച്ചവർ ഇപ്പോൾ നമ്മളെ അയ്യോ പിന്നെ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഒരു കൊള്ളാം ഇങ്ങനത്തെയൊക്കെ ഒരു എക്സ്പീരിയൻസ് എന്ന് തോന്നുന്നു. പക്ഷേ ഇതൊന്നും ഒരു സ്ട്രഗിൾ എന്ന് പോലും പറയാൻ എനിക്ക് ഇഷ്ടമല്ല. കാരണം അത് അങ്ങനെയാണ് വരേണ്ടത്. അതിനിപ്പോൾ അങ്ങനെ ഭയങ്കര സ്ട്രഗിൾ ചെയ്തൊന്നും ഞാൻ അത് പറയുന്നില്ല. സ്ട്രഗിൾ ഇപ്പം ഞാൻ പറയുന്നതിനെക്കാട്ടി കൂടുതൽ ഉണ്ടായിരുന്നു ആ സമയത്തത്തെ കുറേ യാത്ര, എത്രയോ വർഷങ്ങൾ. ഒന്നും ആവുന്നില്ല. നമുക്ക് ഇപ്പം സ്ത്രീകളായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പരിധി കവിഞ്ഞ് നമുക്ക് ആൾക്കാരുമായിട്ട് പരിചയം വെക്കാനോ. അമ്മ കുറച്ച് കാര്യങ്ങളിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ലേഡിയാണ്. അമ്മയ്ക്ക് അമ്മയുടേതായിട്ടുള്ളൊരു ആദർശമുണ്ട്. അപ്പോൾ അതിൽ മാത്രമേ നിന്നിട്ടേ അമ്മ എന്നെ കൊണ്ടുപോയിട്ടുള്ളൂ. അതിന്നും ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും ആ കാര്യം അറിയാം. എൻ്റെ അമ്മ എന്ന് പറയുമ്പോഴേ ആൾക്കാരപ്പം എണീക്കും. ഈ ഒരു ലക്ഷ്മിയുടെ അമ്മ അത്ര റെസ്പെക്റ്റാണ്. അമ്മയുടെ ഒരു യൗവനം മുഴുവനും അമ്മ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിച്ചതാണ്. അപ്പോൾ അത്രയും കൺവിക്ഷനോടുകൂടി വന്ന ആയതുകൊണ്ട് എനിക്കൊരു ചേട്ടനുണ്ട്. ചേട്ടൻ ഇപ്പോൾ സിംഗപ്പൂരാണ്. അപ്പം ഞങ്ങളെ അങ്ങനെ കൊണ്ടുവന്നുകൊണ്ട് എനിക്ക് ആ ഒരു വാല്യൂസും എല്ലാം അമ്മ തന്നിട്ടുണ്ട്. ഞാൻ വളർന്നു വരുമ്പോൾ എങ്ങനെയാണ് ഇതിൽ ഫീൽഡ് നിൽക്കണ്ടേ, എങ്ങനെ എനിക്ക് പറയണമെന്ന് എനിക്കറിയില്ല. അതൊരു പക്ഷേ രാജി ഇടയ്ക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അമ്മ ടൈം കംപ്ലീറ്റ് നിങ്ങൾക്ക് വേണ്ടി തന്നു. അതുകൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും ഉണ്ടായത്. ഒരുപക്ഷെ രണ്ടാമതൊരു കല്യാണം കഴിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും ടൈം കിട്ടില്ലായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് പൊസസീവ്നെസ് ഉണ്ടായിരുന്നു. അങ്ങനെ വേണം മനസ്സിലാക്കാൻ. അന്നും അതൊന്നും ആലോചിച്ചിട്ടില്ല ഇന്നും. കാരണം ഞങ്ങൾ 3 പേരെന്നുള്ളത് ഒരു ലോകമായിരുന്നു. അമ്മയുടെ അപ്പുറം ഇപ്പുറയും ഞങ്ങളുണ്ട്. പിന്നെ അമ്മൂമ്മയും മുത്തശ്ശനും അവരുടെ കാലം കഴിയുന്നവരെ അവരും ഉണ്ടായിരുന്നു. അപ്പം മറ്റു ചിന്തകളൊന്നും അമ്മയ്ക്കോ ഞങ്ങൾക്കോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അമ്മയെപ്പോലെ ഒരാളെ ഞാൻ കണ്ടിട്ടുമില്ല. ഞാൻ അമ്മയായി ഞാനിപ്പം ഒരുപാട് പേരെ ഞാൻ കാണുന്നു. പക്ഷെ ഞാൻ അമ്മയുടെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരാളെ കണ്ടിട്ടില്ല. പക്ഷെ അമ്മ ഈസ് റൈറ്റ് എന്നെനിക്ക് ഇപ്പം വളരെ ഉറച്ച് പറയാൻ പറ്റും. പുതിയ തലമുറയിലെ ആൾക്കാരിൽ പുതിയ ചിന്താഗതിക്ക് ചിലപ്പോൾ അത് ഞാൻ രാജിയോട് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്, അമ്മ രണ്ടാമതൊരു കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ സംസാരിച്ചിട്ടില്ലേ എന്നുള്ളത് ചോദിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് ബുദ്ധിമുട്ടാണ് സംസാരിക്കാൻ തന്നെ. കാരണം അത് ഞങ്ങൾ ഈ ഒരു ലോകമാണ്. അത് അതിൻ്റെ ഒന്നും കാരണം എനിക്ക് പറയാറില്ല. അമ്മ അത്രയും അധ്വാനിച്ച് ഞങ്ങളെ വളർത്തി. അമ്മ ഉദ്ദേശിച്ച പോലെയൊക്കെ ഞങ്ങളുമായി. അമ്മ ഏറ്റവും ഹാപ്പി ആയിട്ട് എനിക്ക് തോന്നുന്നു അമ്മയുടെ പ്രായത്തിൽ അന്ന് സന്തോഷിച്ചിരുന്ന അമ്മയുടെ സമപ്രായക്കാരെക്കാൾ കൂടുതൽ അമ്മ ഈ സമയത്ത് അമ്മ ഇതെല്ലാം കണ്ട് സന്തോഷിച്ചിരിക്കുന്നുണ്ട്. അപ്പം അമ്മയുടെ സന്തോഷം ഇതാണ്. അതാണ് ഞങ്ങളുടെ സന്തോഷം. പക്ഷെ അന്ന് നിങ്ങൾ കടന്നുപോയൊരു വഴി ഉണ്ടാവും. ഇടയ്ക്കൊക്കെ നിങ്ങൾ ചിലപ്പോൾ 3 പേരും കൂടി ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ 2 പേരും കൂടി ഇരിക്കുമ്പോഴോ ഒക്കെ അത് പറയുമായിരിക്കും, അന്ന് നമ്മളവിടെ പോയപ്പോൾ ഇത് സംഭവിച്ചില്ലേ. പക്ഷെ ഇന്നത് പറയുന്നതിന് വേറൊരു സാധനമാണുള്ളത്, ഇന്നൊരു ആസ്വാദനമാണുള്ളത്. ഇന്ന് ഇപ്പം ഞാൻ കഴിഞ്ഞ വർഷം നവംബറിൽ അമ്മ ഇപ്പം സിംഗപ്പൂരാണ് ചേട്ടൻ്റെ അടുത്ത്. ഞാനൊരു 1 വീക്ക് മറ്റേ പാട്ട് ബുക്കൊക്കെ ഇവിടെ വെച്ചിട്ട് മറ്റേ പരിപാടിക്ക് പോകാനാണല്ലോ നമ്മൾ പുറത്തോട്ട് പോകണേ, എല്ലാം ഇവിടെ വെച്ചിട്ട് ഞാനൊരു 1 വീക്ക് ഫുൾ അമ്മയും ചേട്ടനും ഞാനും മാത്രം. അപ്പോൾ ഈ പറഞ്ഞതുപോലെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ ഒരു ടൈം അത് ഇപ്പോഴും ഉണ്ട്. ഞങ്ങളങ്ങനെ കുറച്ച് നേരം ഇരിക്കാറുണ്ട് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നിങ്ങളുടെ മനസ്സിനകത്ത് ഇപ്പോഴും ഒരു അനിയത്തി കുട്ടിയൊക്കെ ഉണ്ടല്ലേ? ഉറപ്പ്. എനിക്കത് പറയുമ്പോഴേക്കും എൻ്റെ ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 1.5 വയസ്സ് വ്യത്യാസമേ ഉള്ളൂ ഞാനും രാജുവും തമ്മിൽ. കുറേ രാജു അത് മറ്റേ മായാവി ഞങ്ങളങ്ങനെ മറ്റേ ട്യൂഷനൊക്കെ പോകുമ്പോൾ എല്ലാവരും രാജു രാധ അതേപോലെ ഒരു രാജു രാധ എന്ന് പറയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞു, ചേട്ടൻ അങ്ങ് പോയി. പിന്നെ ഞങ്ങൾ പരസ്പരം കാണാൻ കുറേ ഇതായി. അത് കഴിഞ്ഞ് ഇപ്പം ഞങ്ങൾ എല്ലാ വർഷവും കാണും. ചേട്ടൻ എന്താ പറയണ്ടേ എനിക്കറിയില്ല. കാരണം ഈ മലർന്ന് മലരാതെ ഒന്നും എനിക്ക് പാടാൻ പറ്റില്ല. ആ പാട്ട് കേട്ടിട്ടില്ലേ? മലർந்து മലരാத பாதி மலர் போல வளரும் விழி வண்ணமே வந்து விடிந்தும் விடியாத காலை பொழுதாக വിളൈந்த കല എണ്ണമേ. ഒരു അനിയത്തിയും ചേട്ടനും തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ പാട്ടാണ്. അപ്പൊ അതൊക്കെ എനിക്ക് സ്റ്റേജിലൊന്നും പാടാൻ പറ്റില്ല, ഞാൻ കരയും. അത്ര ഇഷ്ടമാണ് എൻ്റെ ചേട്ടനെ.